ഇത് കാണുക, പമ്പയുടെ വിജനമായ സ്ഥലം. ഒരു മനുഷ്യരില്ല. ഒറ്റയ്ക്ക് എൻ്റെ ഭാര്യ മാത്രം നടന്നു വരുന്നു. പമ്പയിൽ കയ്യും വീശി. ഒരു മനുഷ്യ ജീവനില്ല. സീസണാകുമ്പോൾ ഇവിടത്തേക്ക് അവസ്ഥ എന്താവും? ഇപ്പോഴാണ് വരേണ്ടത്, കാണേണ്ടത്. പമ്പയിലും ആരുമില്ല. എന്തൊക്കെ ഉരുളം കല്ലൊക്കെ നോക്ക് സഹിക്കുന്നില്ല. ഈ ഉരുളം കല്ല് കണ്ടിട്ട് ഒന്നും സഹിക്കുന്നില്ല. മതി, ബാ. എന്താ പമ്പയുടെ അവസ്ഥ? ഞാനും എൻ്റെ ഭാര്യയും കുറേ അടഞ്ഞ കടകളും. ഇതാണ് കാണേണ്ടത്. പമ്പ നല്ല ഒഴുക്കുണ്ട്, നല്ല ഒഴുക്ക. അപ്പോൾ ഒന്ന് നീന്തി തുടിച്ച് കിടക്കാം ഇവിടെ വന്ന ഒരു ദിവസം മൊത്തം. സമയം പോകുന്ന അറിയത്തില്ല. പമ്പയുടെ ജലപ്രവാഹം കണ്ട. സീസൺ വന്നാൽ കാല് നനയ്ക്കാൻ പോലും വെള്ളം കാണത്തില്ല. എന്ത് കാല് മാത്രം നനച്ചുള്ളൂ, ഇറങ്ങില്ല പേടിച്ച്. എന്നെ ഇറങ്ങാനായിട്ട് സമ്മതിച്ചുമില്ല. പിന്നെ കുളിക്കാനൊരു തോർത്തൊക്കെ ആയിട്ട് വന്നതെങ്കിൽ ഞാൻ കുളിക്കുമായിരുന്നു. പക്ഷെ സിന്ധുവിന് ഇതെല്ലാം കാണുമ്പോൾ പേടിയാണ്. സിന്ധു ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഇവിടെ വന്നപ്പോൾ മാത്രമാണ് പറഞ്ഞത്. സിന്ധു പകുതി ശബരിമലയ്ക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി ആ കാണുന്ന മലയുടെ മുകളിൽ എന്തെങ്കിലും 60 വയസ്സ് കഴിഞ്ഞ് ആരെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ അന്ന് സിന്ധുവിനെ ആരെങ്കിലും കൊണ്ടുപോകണം. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ഇവിടം വരെ കൊണ്ടുവന്ന് കാണിച്ചു. എന്താ ശബരിമല മലനിരകളാണ്. ആ കാണുന്ന മല തന്നെ ശബരിമല. നമ്മൾ പോകുന്ന വഴി അങ്ങോട്ട് കാണിച്ചില്ലേ, ആ വഴി അങ്ങോട്ട് നടന്ന് മേളോട്ട് കയറി പോകണം. ഇതാണ് ആളും അനക്കവും ഇല്ലാത്ത പമ്പ. നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങളും ഇടയ്ക്ക് ഒന്ന് വരിക. ഒറ്റയ്ക്ക് വരരുത്, ആരെങ്കിലും ഒരാളും കൂടെ വേണം. അതുപോലെ വീട്ടുകാരിയായിട്ട് തന്നെ വരണം. അതും ബൈക്കിനകത്ത് തന്നെ വരണം. ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അത് മഴയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ വന്നു. സിന്ധുവിന് പേടിയായിരുന്നു. ആനപ്പിണ്ടൊക്കെ കണ്ട് ഞങ്ങൾ തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ടൂർ പ്രോഗ്രാം. പമ്പയിൽ നിന്ന് തിരിച്ച് വണ്ടി മേളിൽ വെച്ചിരിക്കുക. 3 മണിക്കൂർ എടുക്കും വീട്ടിൽ നിന്ന്. ശുഭയാത്ര. നല്ല തണുപ്പ്. അങ്ങനെ ഒരു ഞായറാഴ്ച സിന്ധുവിന് വേണ്ടിയിട്ട്. ഞാനും ഇങ്ങനെ ഒന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഭാഗ്യം ഇവിടം വരെങ്കിലും വരാൻ പറ്റിയത് ഈ സമയത്ത്. ആരുമില്ലാത്ത പമ്പ കാണാനും ഭാഗ്യമുണ്ടായി. നമ്മളെല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഭയങ്കര തിരക്കല്ലേ, നിയന്ത്രണങ്ങളുമൊക്കെ. ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ല. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പൂജാരി ചോദിച്ച് ബാത്റൂമിൽ പോകണോ, സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പമ്പിൽ ഒരു കടക്കാരൻ പമ്പിൻ്റെ ബാത്റൂം തുറന്നു തന്നു. പമ്പ് ഓപ്പണല്ല, എന്നാലും ആ ബാത്റൂം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു. അടിപൊളി ബാത്റൂമൊക്കെ. സിന്ധു അവിടെയൊക്കെ പോയി അങ്ങനെ നടന്ന് മുകളിലോട്ട് കയറുക. ഇനി മടക്ക യാത്ര. അത് നല്ല അനുഭവമായിരുന്നു. സിന്ധു ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ ഇവിടെ വരുന്നവരെയും പറഞ്ഞില്ല. ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞു മതാമാശ പറയുന്ന പോലെ ശബരിമലയിൽ പോവുകയാണ്. പമ്പയാർ വഴി പോകും താഴെ കൂടെ. പന്നിയുടെ ശല്യം നമ്മുടെ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക. പന്നിയും കുരങ്ങും സീറ്റ് വലിച്ചു കീറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കടയിൽ വെച്ചിരിക്കുകയായിരുന്നു.
നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. ഇപ്പം മണി 11:05 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഹെൽമെറ്റൊക്കെ ഇവിടെ ധരിച്ചു. ഓ ഗൈസ്, മഴയായിപ്പോയി. ഭയങ്കര മഴ. പമ്പയിൽ നിന്ന് വിട്ടപ്പോൾ മുതലേ മഴ. ഞങ്ങളങ്ങനെ കുറെ ദൂരം മഴയത്ത് കോട്ടുവെക്കിട്ട് ഓടി. കാട്ടിന്റെ നടുക്കിരിക്കുക സിന്ധു. ആനക്കാഷ്ടമൊക്കെ കിടപ്പുണ്ട്. ഫോറസ്റ്റിന്റെ നടുക്ക് ഫോറസ്റ്റ്.